ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൻ്റെ അകത്ത് ഒരു അതിഥി കയറി വന്നിട്ടുണ്ട്. ആ അതിഥി ആരാന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട്, കുഞ്ഞു വീഡിയോ അല്ലേ, അപ്പോൾ ഡെയിലി ഇടണ്ടേ. എല്ലാവരും അവനെ വെയിലായതുകൊണ്ടേ പറ്റുന്നില്ല കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിക്കുക, ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഭയങ്കര പണിയും ഭയങ്കര ചൂടുമാണ് കേട്ടോ. എന്നാലും ഒരു കുഞ്ഞു വീഡിയോ എൻ്റെ ആരാധകർക്ക് വേണ്ടി കൊണ്ടുവരണ്ടേ ഞാൻ, അല്ലേ? അവരെൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കൂലേ, അതിന് വേണ്ടിയാണേ. വീഡിയോയിലേക്ക് പോവാം. ആരാണ് ആ അതിഥി എന്നൊക്കെ വീഡിയോ ഒക്കെ കാണണേ. ഞാൻ ഇവനെ റൂമിൽ കയറ്റിയപ്പോഴാണ് ആ അതിഥി വന്നത്. ഇവനെ കണ്ടില്ല. ഇവൻ കണ്ടിരുന്നെങ്കിൽ എന്താണ് ആ റിയാക്ഷൻ എന്നൊക്കെ നമുക്ക് കാണാമായിരുന്നു. അതിനി വേറൊരു ദിവസം വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ദീപക്ക് ഗ്രില്ല് തുറന്നിട്ടിട്ട് വന്നു. അപ്പോൾ അതാണ് വന്നത്. വീഡിയോയിലേക്ക് പോകാട്ടോ. ഈസൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്ന നോക്കുന്നത്. ഇവന് അവരുടെ ഭാഷ അറിയണം. ആരാ പൊന്നാ? ഓ, കാലു, വലിയ കാലുവാണോ അത്? ഓ ഓ ഓ അയ്യോ, ശ്രദ്ധിക്കുന്നൊക്കെ അതൊക്കെ മുകളിൽ വെച്ചിട്ട്. കണ്ടോ സ്ട്രീറ്റ് പപ്പീസൊക്കെ ഒച്ച വെക്കുന്നതാണ്. കുഞ്ഞുകാള അവിടെ കിടപ്പുണ്ട്. കുഞ്ഞുകാളുമല്ല, അവരെ കൂടെ. അയ്യോ, ആരാ പൊന്നത്? അവനും ഒച്ച വെക്കുന്നു കേട്ടോ. അയ്യോ, ആരാ അത്? ഒച്ച വെക്കുന്ന വലിയ കാളു. അവന് ശ്രദ്ധിക്കുന്ന കേട്ടോ. അങ്ങനെ കാത് കൂർപ്പിച്ച് ഇന്ന് നോക്കണം എന്തൊക്കെയെന്ന്. എല്ലാവരുടെ വീട്ടിൽ നോക്കണം. അവിടെ അപ്പൂപ്പന്മാരുണ്ടോ, ഇവിടെ ചേട്ടനുണ്ടോ. ഭയങ്കര ചൂട് ഫ്രണ്ട്സ്. ഇവിടെ നിൽക്കാനൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. എന്തോ കൊടും ചൂട്. ഒരാൾ വന്നിരിക്കണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? ഇത് കണ്ടോ? എൻ്റെ വീട്ടിൻ്റെ അകത്ത് ആരാ വന്നിരിക്കണമെന്ന് കണ്ടോ? ഇത് കണ്ടോ? ഇത് ഏറ്റാ ദേഖോ ദീപ, എങ്ങനെ ദേഖ് ബിസ്ക്കറ്റ് ദൊർക്കർ, ബിസ്ക്കറ്റ് ഖാബേ. ബിസ്ക്കറ്റിന് വേണ്ടി അവൻ ഗ്രില്ല് തുറന്നപ്പോൾ വന്നതാണ്. തരാ അവിടെ ഉണ്ടോ? തരാ വാ. ഇങ്ങ് കയറി വന്ന. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ്, ചില സമയം ബെഡ്റൂമിൽ വന്നിരിക്കുക. ഇപ്പോൾ ബെഡ്റൂമിൻ്റെ ഡോർ അടച്ചുകൊണ്ട് ആ ഹോളിൽ വന്നിരിക്കുന്ന കേട്ടോ. സ്കൂബിയെ കാണാൻ വന്നത്. അവന് ഭക്ഷണം വേണം. ബാ, ബിസ്ക്കറ്റ് തരാം. ബാ, ദേ ബിസ്ക്കറ്റ് ഉണ്ട്. ബാ, ബിസ്ക്കറ്റും വെള്ളമൊക്കെ തരാം. അവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ബാ ബാ ബാ. ഇവിടെ ഉറുമ്പ് വരും. ബാ, ഇവിടെ കഴിച്ച ഉറുമ്പ് വരും. ബാടാ ബാ. ദെബേത്തോ ആയ്. ആ, ബംഗാളി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കേട്ടോ. ദെബേത്തോ ജാओ ദെബേ എക്കടി പിപ്പുടി ആശുവരെ ആയ്. ഇവനെ ടിക്കുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ഇവൻ്റെ കണ്ണീന്ന്, ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ഇവൻ്റെ കണ്ണീന്ന് വലിയ ടിക്കെടുത്ത് കൊന്നു കേട്ടോ. ബാ ആയ് 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 ആയ്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? ഞാൻ പല വീഡിയോയിലും പറയില്ല ഇവൻ അകത്ത് കയറി വരും എന്ന്. ഇവന് വലിയ ടിക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോൻ ആ ടിക്ക്, അപ്പോൾ അവന് ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ഒരു 2000 രൂപയുടെ ഒരു ടാബ്ലറ്റ്സ് മേടിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയതല്ല, വലിയ ടിക്ക്. ഇന്നലെ ഇവൻ്റെ കാലുവിൻ്റെ കണ്ണിലിരുന്ന് കടിച്ചിട്ട് ഞാനത് എടുത്ത് കളഞ്ഞു. കണ്ടോ എൻ്റെ സ്നേഹം കണ്ടോ? ഇവനെ എപ്പോഴും അതെ. ഹായ് 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 ഹായ്. ബോഷ് ദേബേ, ബോഷ് ചാടി പിടിക്കണം കേട്ടോ. എന്നോട് ബംഗാളി പറഞ്ഞാലേ അവന് മനസ്സിലാവുള്ളൂ, അല്ലാതെ അവനൊന്നും മനസ്സിലാവില്ല. ആ, എന്നോ അവന് ബിസ്ക്കറ്റൊക്കെ വേണം. അതിനാണ് ഈ വന്ന് നിൽക്കുന്നത്. രാവിലെ അല്ലേ, അതിരാവിലെയാണ് കേട്ടോ. 7-7:30 മണിയുടെ സീനാണ് ഈ കാണുന്നത്. നിങ്ങൾ പറയാറില്ലേ ഞാൻ അവന് വെള്ളമൊക്കെ എടുത്ത് വെക്കാറുണ്ട്. കാണിച്ചു തരാമേ. അവന് എപ്പോഴും ഇത് കണ്ടോ ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെക്കാറുണ്ട്. പക്ഷെ അവൻ കുടിക്കാറില്ല, അതാണ് സത്യം. അവൻ വെള്ളം കുടിക്കുകയില്ല. ഇപ്പം ഇതിനി വേറെ എടുത്ത് വെക്കണം. വെള്ളം എടുത്ത് എപ്പോഴും ഞാൻ വെക്കും കേട്ടോ, ഇവനുമൊക്കെ കുടിക്കാൻ. പക്ഷേ ഇവൻ കഴിക്കാറില്ല.
ഇത് കണ്ടോ, നമ്മൾ വെള്ളം എപ്പോഴും ഇവന് വെക്കാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വെക്കാറുണ്ട്, ഈ പാത്രത്തിൽ വെള്ളം വെക്കാറുണ്ട്. കിങ്ങിണി പൂച്ചയ്ക്ക് പാല് വെക്കാറുണ്ട്. പക്ഷേ ഇവൻ കഴിക്കണ്ടേ, കുടിക്കൂലല്ലോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഹോളി കയറി വന്ന കണ്ടില്ലേ ഇവൻ, കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ബെഡ്റൂമിൽ വരെ 2-3 പ്രാവശ്യം വന്നിരിക്കുന്നത് ഞാൻ കണ്ടെന്ന്. ഇവനേ ഈ ഗ്രില്ല് തുറന്നിട്ട് കഴിഞ്ഞാൽ, ഈ ഗ്രില്ല് തുറന്നിട്ടിട്ട് വന്നു ദീപക്ക്, അതാണ് വന്നത് കേട്ടോ. ഇനി അത് കഴിച്ചോളൂ കണ്ടോ, കഴിച്ചോളൂ. എത്ര നേരം ഇരുന്നോളൂ. രാവിലെ അല്ലേ ഇവന് ബിസ്ക്കറ്റ് വേണം, അതാണ് അവന് വന്നത്. സ്കൂബി കണ്ടില്ല കേട്ടോ. സ്കൂബി ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇവൻ ഒറ്റയ്ക്ക് കയറി വന്നാൽ കടിക്കാൻ വരും. പക്ഷേ ഇവൻ പാവം കേട്ടോ, ഇവൻ സ്നേഹത്തിലാണ് വേണം. അവന് ഒറ്റയ്ക്ക് കയറി വന്നാൽ ഇഷ്ടമല്ല. ഞാൻ നിൽക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല സ്കൂബിക്ക്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ആരുമില്ല, പതുക്കെ കയറി വന്നാൽ അവൻ കടിക്കാൻ വന്നു കളയും. ഇവൻ്റെ ഈ കണ്ണിൽ ഇന്നലെ ഭയങ്കര ടിക്കുകളായിരുന്നു കേട്ടോ. കണ്ണിങ്ങനെ പിടിച്ചിരിക്കണമായിരുന്നു. ഇന്നലെ ഞാൻ അതെടുത്തിട്ട് കൊന്നു കളഞ്ഞു. ഇല്ലെങ്കിൽ പിന്നെ മോൻ നടക്കുമ്പോൾ അവൻ ഇവിടെയൊക്കെ നടക്കുന്നതല്ലേ. നമ്മൾ പിന്നെ മനസാക്ഷിയുള്ളവരാണ് കേട്ടോ. നമുക്ക് ഇവിടത്തുള്ളവരെ എല്ലാവരും നോക്കും. പക്ഷേ ഇവിടെ 2-3 വീട്ടുകാരാണ് ഉള്ളത് ഈ സ്ട്രീറ്റ് ഡോഗ്സിനെയൊക്കെ അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ കേട്ടോ. ഉള്ള വേറെ ഒന്നുമല്ല. 2-3 ആണുങ്ങൾ, പെണ്ണുങ്ങളൊന്നുമല്ല. അത് മനസാക്ഷിയില്ലാത്ത ചില സാധനങ്ങളാണ്. അവർ അമ്മയും നോക്കൂല, മക്കളെയും നോക്കൂല, അമ്മയും തല്ലുന്ന ആൾക്കാരാണ്. അവരാണ് ഈ സ്ട്രീറ്റ് ഡോഗ്സിനെയൊക്കെ തല്ലുന്നത്. അല്ലാതെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ, ബംഗാളീസൊക്കെ സ്ട്രീറ്റ് ഡോഗ്സിനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ലവണ്ണം സേഫ്റ്റി ആക്കുന്നവരാണ്. അതിൽ ഒരു 10 പേര് നോക്കുമ്പോൾ ഒരാളുണ്ടാവില്ല. അത് എല്ലാ നാട്ടിലും അങ്ങനെയാണല്ലോ. 10 പേർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കും. വൈകച്ചേ ജോൾ ഖാ, വെള്ളം കുടിക്കേ. খিদে লেগেছে, জল তো সবসময় আমি রেখে দেবে, বুঝতে পারছি তো। জল খাবে না, দেখো আমি বলছি না কতবার দিন বেড്റൂമിൽ ভিতরে আসছি ദീപക്ക്. ഇവ തുറന്നിട്ടിട്ട് വന്നുകൊണ്ട് അവൻ അങ്ങോട്ട് വന്നത്. ഗോരമേ സബ്সময় मैं জল রেখে দেবো তো। যাও ঠিক আছে, ഇനി ഉച്ചക്ക് വരാം കേട്ടോ. ചോറ് തരാം, ഉച്ചക്ക് ചോറ് തരാം. മതിയായി കണ്ടോ, വെള്ളം കുടിക്കാതെ പോകുന്ന നോക്കോ ദീപക്കിൻ്റെ പിറകെ. तुम्हारा पीछे আসছি তো, পিছে পিছে ঘুরিয়েছে। দেখো জল এখানে রেখে দিয়েছি, ও জল খায়নি। ঠিক আছে, ഇറങ്ങുന്നതാണ് കേട്ടോ, നേരത്തെ ഇറങ്ങുന്ന. ഓല്ലേ പൊന്നോ നിൽക്ക്. ഇപ്പം ഇനി പുറത്തേക്ക് പോയി. ഇന്നലെ കാളുവിൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ 2 ടിക്കാണ് എടുത്തത്. പോണോ? പൊക്കോ പോണോ. അതെ, അച്ഛ വരുന്നതേ ഉള്ളൂ, പൊക്കോ. ണ്ട് അവൻ മൈൻഡ് ഇല്ലാതെ പോകുന്ന, ടാറ്റ പറയാതെ. ബാ 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 ബാ. എന്താ ഒരു ടാറ്റ പറയാതെ മൈൻഡ് ഇല്ലാതെ പോകണം. കാളു അവിടെ കിടക്കുന്നുള്ളതുകൊണ്ടേ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ടാറ്റ പറഞ്ഞോ. കാളു ആ ബൈക്കിൻ്റെ ഇടയിൽ കിടക്കുന്ന കേട്ടോ, തണുപ്പ് കൊള്ളാൻ. ഓടുന്നു, ഓട്ടം കണ്ടു. പൊക്ക. ഗുഡ് ബോയ് കയറിക്കോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കാണിച്ചു തരാം ഫ്രണ്ട്സ്. പാവം, ഇത് കണ്ടോ കിടക്കുന്നത് ബൈക്കിൻ്റെ ഇടയിൽ. ചൂട് കാരണമാണ്. നിങ്ങൾ കണ്ടല്ലോ, വെള്ളം വെച്ച് കൊടുത്തു. അവന് ഡെയിലി വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്, കഴിക്കുന്നില്ല കേട്ടോ. ഇനി ഉച്ചത്തെ ചോറായി വരുന്നതേ ഉള്ളൂ, അപ്പോഴേ കൊടുക്കൂലേ. അപ്പോൾ ബൈക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുന്ന ഇത് കണ്ടില്ലേ. ഇതൊക്കെയാണ്. ഇവൻ നമ്മളെ വീട് വിട്ട് പോവുകയൊന്നുമില്ല. ഇന്നലെ അവൻ്റെ മുഖത്ത് കണ്ണിൽ 2 ടിക്ക് കേട്ടോ. അപ്പോൾ ഞാനത് ഭയങ്കര വലിയ ടിക്ക് അതെടുത്തിട്ട് ഞാൻ കളഞ്ഞു. അവിടെ പോയാ പൊന്ന്, എന്തിനാ മോളിൽ പോയത്? ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ, കുഞ്ഞു വീഡിയോ ആണേ. എല്ലാവരും ഒന്ന് സഹകരിച്ച് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങൾ കണ്ടല്ലോ, കാളുവൊക്കെ വന്നതും ഒക്കെ കണ്ടില്ലേ. കാളുവിനെ നമ്മൾ ഇത്രയധികം സ്നേഹിക്കുന്നുള്ളതുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് നിർത്തി. ഇനി ഉച്ചയ്ക്ക് ഇവന് ഊണ് കൊടുക്കുമ്പോൾ അവന് ഇച്ചിരി മീനോ ചിക്കനോ എന്തെങ്കിലും കൊടുക്കണം. ഇവന് തൈരും കുട്ടിയെ കൊടുക്കുന്ന, അവന് തൈര് കഴിക്കത്തില്ല കേട്ടോ. അവന് വേണ്ടി ഒരു പ്രത്യേക ഇച്ചിരി ചിക്കൻ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് രാവിലെയാണ് എടുക്കുന്നത്. നമുക്ക് ഉച്ചക്കൊന്നും സമയമില്ല കേട്ടോ, ഭയങ്കര ചൂട്. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഡെയിലി കൊടുഞ്ഞു, ഭയങ്കര ചൂടാണ് കേട്ടോ. ഇവിടെ ജീവിക്കുന്നവർക്കറിയാം. അപ്പോൾ ഇന്നെൻ്റെ മോൻ്റെ കുസൃതികളും കാലുവിൻ്റെ വരവും അതിഥികളുടെ എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ മോൻ്റെ ആരാധകർ കുറേയുണ്ട്. അവർ മോനെ കാണാൻ വേണ്ടി കാത്തിരിക്കുക, എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ആ ടൈമിൽ കേട്ടോ.
അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീഡിയോ എനിക്ക് കൊണ്ടുവരാതിരിക്കാനും പറ്റില്ല. പിന്നെ അത്ര വയ്യാതായാലേ ഞാൻ ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ആക്കുള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഫ്ലൈറ്റ് ആക്സിഡൻ്റൊക്കെ അറിയാമല്ലോ, ഭയങ്കര വിഷമമുണ്ട്. എന്ത് ചെയ്യാമല്ലേ. ഒരുപാട് പേര്, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും ആത്മശാന്തി നേരുന്നു, അല്ലാതെ എന്ത് പറയാനല്ലേ. അപ്പോൾ എൻ്റെ പൊന്നെ ഒരു ഹായ് ബൈ ഒക്കെ തരും. ഹായ് ഹായ് ഹായ്, ഇപ്പുറത്തെ കൈയുണ്ട്. ഹായ് എവിടെ? ഇനി ഒരു ബൈ തന്നെ, ഒരു ടാറ്റ പറഞ്ഞേ, ഒരു ടാറ്റ പറഞ്ഞേ, ടാറ്റ പറ പൊന്നോ. ഇത് കണ്ടോ, ഇരിപ്പ് കണ്ടോ, ടാറ്റ പറയാൻ പറഞ്ഞപ്പോൾ ഒരു ദുഃഖത്തിലുള്ള ഇരിപ്പ്. ടാറ്റ പറയമ്മ, അമ്മ ടാറ്റ പറയടി, അമ്മയുടെ ഗുഡ് ബോയ്. ടാറ്റ പറ, ടാറ്റ. ഇന്നെന്തോ വലിയ ഭാവോ. ടാറ്റ പറഞ്ഞേ പൊന്നോ, ടാറ്റ. കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല എൻ്റെ മോൻ്റെ ഗുഡ് എന്താ ബൈയും ടാറ്റയൊക്കെ തന്നത് കണ്ടോ, നിങ്ങൾ കണ്ടോ? അപ്പോൾ എൻ്റെ മോനെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടോ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യണേ കേട്ടോ. നല്ല മോനല്ലേ എൻ്റെ, നല്ല ഡിസിപ്ലിൻ മോൻ കേട്ടോ. ഇന്ന് ഇത്തിരി മൂഡൗട്ടാണ് പുള്ളി, ഭയങ്കര ചൂടൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് അവന് നമുക്കേ പറ്റുന്നില്ല കേട്ടോ. പിന്നെ അവന് എങ്ങനെയാണ്, അവർക്ക് മുടിയൊക്കെ ഉള്ളതല്ലേ, അവർക്ക് നല്ല ചൂടുണ്ടാവും. ഇവിടുത്തെ ചൂടിലൊന്നും പറ്റൂല. വല്ല ഭൂമിയും വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടൊക്കെ പോവുക. അതൊന്നുമില്ല. അപ്പോൾ മോന് ഫുഡൊക്കെ കൊടുക്കണം, കാളുവിനും കൊടുക്കണം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അപ്പോൾ ഇന്ന് എനിക്ക് പെട്ടെന്ന് ഞാൻ ദീപക്കും കൂടെ അടുക്കളയിൽ നിന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ പെട്ടെന്ന് മൊബൈലെടുത്ത് വീഡിയോ ആയിട്ട് ഇട്ടത് കേട്ടോ, കാളുവിൻ്റെ. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കാളു ബെഡ്റൂമിൽ വരെ വരാറുണ്ടെന്ന്. നിങ്ങളൊന്ന് വിശ്വസിക്കില്ല. ഇത് കണ്ടില്ലേ, ഇനി ബെഡ്റൂമിൽ വരുന്നതൊക്കെ ഞാൻ എടുത്തു തരാം. ഇതുപോലെ 5 മണിക്കൊക്കെ ബെഡ്റൂമിൽ വന്ന് കയറും കേട്ടോ. ഇവനെ 5 മണിക്ക് മോർണിംഗ് വാക്ക് കൊണ്ടുപോകാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്യും, ഗ്രില്ല് തുറന്നിട്ടിട്ടും പോകും. അപ്പോൾ ഞാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രില്ല് ഇവൻ ഇവള് പതുക്കെ വന്ന് ബെഡ്റൂമിൽ വന്ന് നോക്കും. ഇവനെ കാണാനില്ലല്ലോ, ഇവൻ പോകുന്നത് ഇവള് കാണുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ. അപ്പം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവൾ ബെഡ്റൂമിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ, വന്നിരിക്കുന്ന കണ്ടോ. ബിസ്ക്കറ്റിന് വേണ്ടി എന്നെ വന്ന് വിളിക്കുന്നതാണ് കേട്ടോ. ആ പുറത്തുള്ള സ്ട്രീറ്റ് പപ്പീസിന് പോലും എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്കറിയാം മനുഷ്യത്വമുള്ള ആൾക്കാരെയും മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരെയൊക്കെ അവർ ജാൻവറല്ലേ, മൃഗങ്ങളല്ലേ, അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കണില്ല എന്നേ ഉള്ളൂ, കുറച്ച് വീഡിയോ ആയിട്ട് എടുത്തന്നേ ഉള്ളൂ. അവന് നമ്മൾ അവൾക്ക് ഭക്ഷണവും വെള്ളമൊക്കെ ഞാൻ എപ്പോഴും വച്ചു കൊടുക്കും കേട്ടോ. പക്ഷെ വെള്ളം കുടിക്കത്തില്ല ഇവനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5 ലിറ്റർ വെള്ളം കുടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും, അപ്പോഴും അവൻ കുടിക്കും. പക്ഷേ അവളങ്ങനെ കുടിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇന്ന് വെള്ളം കൊണ്ടുവന്ന് വെച്ചു, കഴിച്ചിട്ടില്ല. ഡെയിലി ഞാൻ വെക്കാറുണ്ട്, രാത്രിയും വെക്കാറുണ്ട്, കഴിക്കുന്നില്ല. രാത്രി ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ അവിടെ തന്നെയാണ് കിടപ്പും ഒക്കെ. ഡാഡി ബെഡ്റൂം തുറന്നപ്പോൾ പേടിച്ചു പോയി, ഇതെന്തോ സാധനമോ ഇവിടെ ഇരിക്കണമെന്ന് കേട്ടോ. പിന്നെ നമ്മളാരും ഒന്നും ചെയ്യില്ല. മോനുണ്ടല്ലോ ക്ലബ്ബിലൊക്കെ പോയി, ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് ക്ലബ്ബിൽ അവന് നമ്മളെ ക്ലബ്ബിൽ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ പോയി കഴിഞ്ഞാൽ 11:30 12 മണിക്ക് വരും ചിലപ്പം അവരുടെ ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ. ഇവൻ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇവൻ നമ്മുടെ മതിലിൻ്റെ അകത്തായി കിടക്കുന്ന അവൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം. അവൻ തടവിയും പിടിച്ചൊക്കെ ഇടും. അവനും വെള്ളം ഇല്ലെങ്കിൽ ആ പാത്രത്തിൽ വെള്ളം കൊടുക്കും, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണേ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ, എനിക്കിതുപോലെ ഇന്ന് ഈ ഒരു കണ്ടൻറ്റ് കിട്ടി, ഞാൻ പെട്ടെന്ന് എടുത്തു. അപ്പോൾ ഇതുപോലെ ഒരു നല്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ദൈവം കൊണ്ടുവരും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ, എന്തെങ്കിലും കൊണ്ടുവരും. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് ഞാനും എന്താ പറയുന്നത്, ദീപക്കും കൂടെ നോക്കിയപ്പോൾ ഞാൻ ദീപക്കിനോട് ദീപക്ക് ഇത് ആരാ ഇവിടെ ഇരിക്കുന്നതെന്ന് നോക്ക് എന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ എൻ്റെ കൂടെ സഞ്ചാരിയാണ്, എൻ്റെ കൂടെയുള്ള സഞ്ചാരമാണ് മൊബൈലിനും കേട്ടോ. പിന്നെ എവിടെയെങ്കിലും വെക്കും. പിന്നെ ഞാൻ പെട്ടെന്ന് പാസ്വേഡ് തുറന്നു അത് വീഡിയോ എടുത്തു. അപ്പം എൻ്റെ പ്രേക്ഷകരെ കാണിച്ചു തരണ്ടേ. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ കാളുവിനെ സ്നേഹിക്കുന്നില്ല, കാളുവിനെ നോക്കുന്നില്ല. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക, ഇവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ മൃഗങ്ങളോടും, ഇവനെ മാത്രമല്ല, പൂച്ചയ്ക്കൊക്കെ പാല് കൊടുക്കാറുണ്ട്. എനിക്ക് എല്ലാ മൃഗങ്ങളും, ആനയായിരുന്നാലും
പൂച്ചയായിരുന്നാലും കിട്ടൻസിനെയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ കിട്ടൻസിനെ വളർത്താത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ജനൽ വഴിയൊക്കെ ഇവർ ഓടിപ്പോവും. പിന്നെ നമുക്കത് ഭയങ്കര പാടാണ് കേട്ടോ. ഇപ്പോൾ ഈ ബുള്ളറ്റിനെ കാണാനില്ല എന്ന് പറഞ്ഞില്ലേ, എത്ര അവർക്ക് എന്ത് വിഷമാണെന്ന് പറയുമ്പോൾ കുഞ്ഞിലേക്ക് കൊണ്ടുവന്നു ഈ പെറ്റ് തൂക്കാനിൽ കടയിൽ നിന്നൊക്കെ ഓരോ സാധനവും മേടിച്ചു. അവൾക്കെല്ലാം നല്ലതായിട്ട് നോക്കി അവളുടെ പെഡിഗ്രിയും എല്ലാം മേടിച്ച് കൊടുത്തിട്ട് കിറ്റൻസിൻ്റെ ഫുഡൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് അവൾ പൊക്കളഞ്ഞു. ഇത്രയും നാൾ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എന്നോട് പ്രത്യേകിച്ച് പറയും, കിറ്റൻസിനെ മേടിക്കാൻ നിൽക്കരുതേ, എന്നാൽ പിന്നെ അവരെ ഒരു കെട്ടിയിടണം. നമുക്കത് പറ്റില്ല. ഇവിടെ നിറച്ച് തുറന്ന ജനലുകളല്ലേ, ഇവർ പൊയ്ക്കളയും. ഓരോരോ വീട്ടിൽ ഇവിടെ ഇഷ്ടംപോലെ ക്യാറ്റുകൾ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്, പൂച്ചകൾ ഇവിടെ ഇരിക്കാറുണ്ട്. അപ്പോൾ അവരെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല പേർഷ്യൻ ക്യാറ്റിനെയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും രൂപ കൊടുത്ത്, രൂപയുടെ അല്ല, നമ്മൾ നല്ലവണ്ണം നോക്കിയിട്ട് അത് പൊയ്ക്കളയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ക്യാറ്റിനെ മേടിക്കാത്ത കേട്ടോ. ഇവരാകുമ്പോൾ അങ്ങനെയൊന്നും പെട്ടെന്ന് പോകത്തില്ല. ഈ ജനലിൽ കൂടെയൊക്കെ കിട്ടൻ പെട്ടെന്ന് പോകുന്ന ഒരിതാണ്. ഇവിടെ പല വീട്ടിലും അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഏതോ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരും. അങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ ഒരു നല്ല വിശേഷമൊക്കെ ആയിട്ട് വരാം. അതുവരെയ്ക്ക് ബൈ ബൈ ബൈ.